ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോൾ യേശുവിന് തന്നെയാണ് കൊടുക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. നോക്കുക, പ്രവൃത്തിയുടെ ആ സ്വഭാവം തന്നെ മാറിപ്പോവുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രവൃത്തി അല്ലാതായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ടാണ് കൊളോസസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു തന്നെ ചെയ്താലും അതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എന്ത് ചെയ്താലും അതിന് വിലയുണ്ടാക്കുന്നത് അത് ആരുടെ നാമത്തിൽ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നാം നേർച്ചയിടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നേർച്ചയിടണം. നാം ആളുകളെ സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. നാം കൃഷി തുടങ്ങുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൃഷി തുടങ്ങണം. നാം കൊയ്തെടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൊയ്തെടുക്കണം. ആളുകൾ ഗിഫ്റ്റ് തരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. എന്തു തന്നെ ചെയ്താലും, വാക്ക് പറഞ്ഞാലും പ്രവൃത്തി ചെയ്താലും സകലതും യേശുനാമത്തിൽ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നേർച്ചയിടുമ്പോൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നേർച്ചയിടുന്നു. ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ സ്വീകരിക്കാൻ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു പരിശീലനം എനിക്ക് ആവശ്യമാണ്, നിങ്ങൾക്ക് ആവശ്യമാണ്, നമ്മുടെ കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ആവശ്യമാണ്. ചെറുപ്പം തൊട്ടേ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞും പഠിപ്പിച്ച് കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിലെ പ്രവൃത്തിക്ക് വിലയുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തണമെന്നുള്ളത്. ഈ ഭൂമിയിലുള്ള ഒരു പ്രവൃത്തി ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാൻ നാം ചെയ്യേണ്ട അടുത്ത നടപടിയെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിൽ 13 മുതൽ 15 വരെ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്തിൽ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്, അത് പാപമാണ്. എന്താ ഈ വചനത്തിൻ്റെ അർത്ഥം? ഈ വചനത്തിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരാൾ എന്നെ വിളിക്കുകയാണ്, അപ്പം ഞാൻ നിങ്ങളോട് മറുപടി പറയാണ്, ശരി ഞാൻ നാളെ വന്നേക്കാം. ആ വാക്ക് പാപമാണ് എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരാളെ അട്ടപ്പാടിക്ക് ക്ഷണിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പറയാണ് ഞാൻ അടുത്ത മാസം 1-ാം തീയതി വന്നേക്കാം. അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? അതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി വരാം. ദൈവം അനുവദിച്ചാൽ നാളെ വരാം. ഇഫ് ഗോഡ് വിൽസ്. അറേബ്യൻ നാട്ടിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ, അറബികളുടെ ഇടയിൽ ചെന്നാൽ, മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ ചെന്നാൽ അവർ സംസാരിക്കുന്ന ഒരു രീതി ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻഷാ അള്ളാ, ഇഫ് ഗോഡ് വിൽസ്, ദൈവം അനുവദിച്ചാൽ വരാം. എന്ത് പറഞ്ഞാലും അതിന് തൊട്ട് മുമ്പ് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിരിക്കും. ഇഫ് ഗോഡ് വിൽസ്, ദൈവം വിചാരിച്ചാൽ, ദൈവം അനുവദിച്ചാൽ ഞാൻ വരാം. അതാണ് യാക്കോബ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുമ്പോൾ നമ്മൾ ചാടി കയറി ശരി ഞാൻ വന്നേക്കാം, ശരി നമുക്ക് നാളെ ഇന്നത് ചെയ്യാം എന്ന് പറയരുത്. ഇഫ് ഗോഡ് വിൽസ് എന്ന് നാം പറയുന്ന ഓരോ വാക്കിൻ്റെ മുമ്പിൽ അത് വെച്ചിരിക്കണമെന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവത്തോടെ നാം പറയുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ശ്ലീഹായിലൂടെ പഠിപ്പിക്കുകയാണ്. വേറെ വാക്കി പറഞ്ഞാൽ ദൈവ ആശ്രയ മനോഭാവത്തോടെ വേണം നാം ഓരോ പ്രവൃത്തി ചെയ്യാനും ഓരോ വാക്ക് പറയാനും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരു ഘടന ഞാനും നിങ്ങളും രൂപപ്പെടുത്തിയെടുക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വാക്ക് ദൈവസന്നിധിയിൽ വിലയുള്ളതാകാൻ അത് ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ഇതാണ് 3-ാമത്തെ കാര്യം. 1, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. 2, ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യണം. ദൈവം മനസ്സാകുന്നെങ്കിൽ വരാം, ദൈവം മനസ്സാകുന്നെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യണം. 3-ാമത്തേതാണ്
അത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യം, അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവീൻ. ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവീൻ. ഇന്ന് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാ? ദൈവമഹത്വത്തിന് വേണ്ടിയല്ല, സ്വാർത്ഥത കൊണ്ട്, അസൂയ കൊണ്ട്, ജഡപ്രകാരമുള്ള ശക്തി കൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവർത്തികൾക്ക് ദൈവരാജ്യത്തിൽ വിലയില്ല. നാം മരിച്ചു വിടുന്ന് പോകുമ്പോൾ ജഡത്തിന്റെ ശക്തി കൊണ്ട് ചെയ്ത പ്രവർത്തികൾക്ക്, അസൂയ കൊണ്ട് ചെയ്ത പ്രവർത്തിക്ക്, സ്വാർത്ഥമോഹം കൊണ്ട് ചെയ്ത പ്രവർത്തിക്ക് വിലയില്ല. അത് വൈക്കോലും പുല്ലും പോലെയാണ്. അഗ്നിശോധനയെ നേരിടുമ്പോൾ അത് കത്തിച്ചാമ്പലായി പോകും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. അസൂയ, സ്വാർത്ഥമോഹം, ജഡപ്രകാരമുള്ള ശക്തി, ഇതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളുടെ പേരാണ് ദുഷ്കർമ്മം. ദുഷ്കർമ്മം, പുല്ലും വൈക്കോലും, അത് അഗ്നിശോധനയെ നേരിടുമ്പോൾ കത്തിച്ചാമ്പലായി പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ നിന്ന് മരിച്ച് അഗ്നിശോധനയെ നേരിട്ട് പിതാവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ അവിടെ സ്വർണം പോലെ തിളങ്ങുന്ന പ്രവർത്തികൾ ഉണ്ടാകണമെങ്കിൽ ആ പ്രവർത്തികൾക്ക് വേണ്ട 3 ക്വാളിഫിക്കേഷനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. 1, അത് യേശു നാമത്തിൽ ചെയ്യണം. 2, ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യണം. ദൈവം മനസ്സായാൽ ചെയ്യാം, ദൈവം മനസ്സായാൽ വരാം. ദൈവത്തിൽ ആശ്രയിച്ച് ഈഫ് ഗോഡ് വിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം, അതരങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് വേണം അത് ചെയ്യുവാൻ. 3, എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ ദൈവമേ, ഈ സമയത്ത് ഓരോ മകനെയും മകളെയും നയിച്ചുകൊണ്ടിരിക്കുന്ന ജഡപ്രകാരമുള്ള ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ പൈശാചിക പീഡകളും, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ പ്രവർത്തിച്ച് അതിൻ്റെ പരിണതഫലമായി സ്വർഗത്തിൽ നിക്ഷേപമില്ലാതെ എല്ലാം വെറും പാഴ്വേലകളാക്കി കളയുന്ന, ലോകത്തിൻ്റെ വ്യർത്ഥ വാക്കുകളും വ്യർത്ഥ പ്രയത്നങ്ങളും ആക്കി മാറ്റുന്ന തന്നിഷ്ടപ്രകാരമുള്ള പ്രവൃത്തിയുടെ ആത്മാക്കളെ ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. സ്വർഗം തുറന്ന് ദേവാധിദേവൻ വരുന്നു, മാലാഖമാരോടു ചേർന്ന് അൾത്താരയിൽ ദൈവമെഴുന്നള്ളുന്നു. സ്വർഗം തുറന്ന് ദേവാധിദേവൻ വരുന്നു, മാലാഖമാരോടു ചേർന്ന് അൾത്താരയിൽ ദൈവമെഴുന്നള്ളുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുരാജാ. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുരാജാ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുലിഖിതം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശു ഈ ലോകം വിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ
തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശമാണ്. ഈശോ ഈ ലോകത്തിൽ പ്രബോധനങ്ങൾ നൽകിയപ്പോൾ കൽപ്പിച്ചിട്ടുള്ള നിരവധി സംഗതികളിൽ ഒരു പ്രധാന മേഖലയാണ് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം, യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടണം. ആ ഒരു അഭിഷേകം നമ്മുടെ മേൽ നിറയണം. അത് നമ്മുടെ മനസ്സിലും ആത്മാവിലും നിറയണം. യേശുനാമത്തിൻ്റെ അഭിഷേകം, യേശുനാമത്തിൻ്റെ ആ ഉന്നതമായ കൃപ, അതിനുവേണ്ടി ആഗ്രഹിച്ച് രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും അങ്ങയുടെ നാമത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, യേശു നാമത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. നെറുക മുതൽ ഉള്ളങ്കാൽ വരെ ഓരോ കോശങ്ങളിലേക്ക് യേശുവിൻ്റെ നാമം നിറയട്ടെ. നാഡീ ഞരമ്പുകളിലേക്കും രക്തധമനികളിലേക്കും മാംസപേശികളിലേക്കും യേശുവിൻ്റെ അത്ഭുതകരമായ നാമം നിറയട്ടെ. യേശു നാമത്തിൽ രോഗാണുക്കൾ നിർവീര്യമാകട്ടെ. യേശു നാമത്തിൽ ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശു നാമത്തിൽ ദുഃഖപീഠകൾ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ കുറ്റം പറയുന്ന സ്വഭാവങ്ങൾ സൗഖ്യമാകട്ടെ. യേശു നാമത്തിൽ എല്ലാ തരത്തിലുള്ള ദുരദൃഷ്ടങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. യേശു നാമത്തിൽ കുടുംബ തകർച്ച മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ പാരമ്പര്യ രോഗങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. യേശു നാമത്തിൽ കലഹപീഠകൾ മാറട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവ് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സന്തോഷം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം.